എറണാകുളം അങ്കമാലിയിൽ വിദ്യാർത്ഥി ജാസ്ലിയ ജോൺസൺ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കോട്ടയം സ്വദേശി സിറിയക് പി ജോർജിന് ലുക്കൌട്ട് സർക്കുലർ ഇറക്കും. പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയെന്നാണ് വിലയിരുത്തൽ. പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. എടവനക്കാട് സ്വദേശിയായ ജാസ്ലിയ 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് യാത്രയായത്. അങ്ങനെ ഒരു കാര്യം ഇനി പോലീസ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ലുക്കൌട്ട് സർക്കുലർ ഇനി ഇറക്കിയിട്ടോ കാര്യമില്ല. കാരണം ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ സംഭവം നടന്നിട്ട് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ദിവസങ്ങൾ അടുക്കും തോറും പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്കൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു ന്യായീകരണം തരുമ്പോഴും ഇന്നലെയാണെങ്കിൽ പോലും അവിടെ നിന്ന് SHO സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അവർ പറയുന്നത് അവർക്കൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല. കൂടുതൽ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ കൂടുതൽ തെളിവുകളും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാലതാമസം എടുത്തത് എന്നൊരു ന്യായീകരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷെ നമ്മൾ ഇന്നലെ അത് അവിടെ കണ്ടതാണ്. കാരണം ആ വിദ്യാർത്ഥികൾ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ തന്റെ ഉറ്റ സുഹൃത്തിന്റെ വേർപാടിൽ അവർ ആ വേദനയിൽ പോലും ആ പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷൻ കൈമേൽ പൈസ എടുക്കാനുണ്ടോ എന്ത് കണ്ണന്തിരിവ് കാണിച്ചാലും കഴിച്ചില്ല. ഈ പരമനാറിന് എവിടെ കണ്ടാലും മുത്തുമണികളെ പിടിച്ച് ലോക്കാക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെ ബന കുട്ടീനെ തട്ടിച്ചിങ്ങാണ്ട് വണ്ടി തട്ടിച്ചിങ്ങാണ്ട് ബന സ്പോട്ടിൽ തന്നെ സ്ഥലം മുങ്ങിക്കാനൊക്കെ. എന്താണ് ചെങ്ങായി മനുഷ്യ ജീവനെ കുറച്ച് ഒരു ബഹുമാനം ഒരു കരുതൽ കാണിക്കണ്ടോ. എന്താണ് വാഹനാപകടങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എവിടെ നിന്നും സംഭവിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ ഈ കാണിച്ച കണ്ണന്തിരിവുണ്ടല്ലോ പരമനാറിയെ വളരെ അബദ്ധമായിപ്പോയി. എന്താണ് അവസ്ഥ? ഇന്നലെ ആ കുട്ടീൻ്റെ കോളേജിലെ ടീച്ചർമാരൊക്കെ വന്നിങ്ങാണ്ട് വൈകാരികമായിട്ട് ആ കുട്ടീൻ്റെ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ എത്ര സ്വാധീനമുള്ളതിൻ്റെ പറയുന്നത് കേട്ടപ്പോണ്ടല്ലോ പുന്നാര മോനെ എൻ്റെ ചെകിട്ടും കുറ്റി അടിച്ചു പൊട്ടിക്കാനാണ് വന്നത്. എന്തായാലും മുത്തുമണികളെ ഈ പന്നൻ എവിടെ നിന്ന് കണ്ടാലോ ലോക്കാക്കണം. എന്താല്ലേ ശരി എന്നാ.